പിന്നെ നമ്മളല്ലേ ഇവിടെ ഉള്ളേ? ഇത്രയും പേര് പോരെ? അവിടെയോ? അവിടെ ആളല്ലേ പുറത്തിറങ്ങി നിൽക്കുന്നേ? ആ, എല്ലാവരും ഉണ്ട്. അമ്മ പുറത്തിറങ്ങി വന്നാൽ ഇപ്പം സ്ഥലകാലം മാറിപ്പോയോ? അകത്തും പുറത്തുമൊക്കെ ആളുണ്ട്. ഇങ്ങോട്ട് നോക്കട്ടെ. നമ്മുടെ പൊന്നിക്കിടാവ് കാരണം കാറിയിട്ട് ഞാൻ അവളെ ഇവിടെ കൊണ്ടേ കിട്ടിയേക്കുന്നേ. അതുണ്ടല്ലേ, ഇവിടെ കുറേ പുല്ലായി വരുന്നുണ്ട്. ചക്കമടലൊക്കെ രാവിലെ അടിച്ച്, ചക്കപ്പഴത്തിൻ്റെ മടലൊക്കെ അടിച്ചിട്ട് അവൾ പുല്ലടിക്കുവാണ്. ചാപ്പ് ചോറൊക്കെ തിന്നിട്ടിരിക്കുവാണ്. ഘട്ടം ഘട്ടമായിട്ട് വന്ന് തിന്നുള്ളൂ, ഒറ്റയടിക്ക് തിന്നില്ല. എന്നാൽ പോട്ടെ, പോവാം. കുറുപ്പന്തറയ്ക്ക് പോവാം. കുറുപ്പന്തറയ്ക്ക് പോവാം. കടയിൽ പോകണം. കടയിൽ പോകണം. കടയിൽ. ആ, അവിടെ ഇച്ചിരി പരിപാടിയുണ്ട്. അല്ലല്ല, നമ്മുടെ കടയിൽ പോകണം. നമ്മുടെ ഓഫീസിൽ പോകണതാ. നമ്മുടെ ഓഫീസിൽ പോകുന്നതാന്നേ. നമുക്കവിടെ കടയുണ്ടല്ലോ, ഓഫീസുണ്ടല്ലോ. നമുക്കവിടെ ഓഫീസുണ്ടല്ലോ. ആ, അവിടെ പോകണം. ആ, ചെറിയ വർക്കൊക്കെ ചെയ്ത് കൊടുക്കാണ്ട്, അതിന് പോവാം. ഓക്കെ, നമ്മൾ അടുത്ത ചക്കപ്പറിയൊക്കെ കഴിഞ്ഞ് തോട്ടിയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ആരാ? അതേതാ പെണ്ണ്? കത്തിങ്ങനാണോ നടക്കണേ? ആ, ചക്ക പറിക്കാൻ നടക്കും അല്ലേ? അതേതാ പെണ്ണ്? ആ, അത് ഏത് പെണ്ണാ? അതെ. ഓ, അവിടെ ഒന്നുമില്ല, ഞാൻ പോവാ. ഇറങ്ങാനൊന്നുമില്ല, ഞാൻ കവലയ്ക്ക് പോവാ. ഞാൻ കുറുപ്പന്തറയ്ക്ക് പോവാ. എലിക്കുട്ടിയമ്മ അങ്ങനെ ആപ്പിളൊക്കെ തിന്നിരിക്കുവല്ലേ? ആപ്പിളൊക്കെ തിന്നിരിക്കുക. ആപ്പിള് തിന്നിരിക്കുവാണ്. പിന്നെ ആപ്പിളൊക്കെ വല്ലപ്പോഴും തിന്നണ്ടേന്ന് ചോദിക്കും. പിന്നെ അത് ആപ്പിളാ. നാരങ്ങായ ഇങ്ങനെ തിന്നു, കടിച്ച് നാരങ്ങ തിന്നുവോ? ആപ്പിളാണ് എലിക്കുട്ടിയമ്മ തിന്നുന്നത്. തൊലിയെല്ലാം കൂടെ തുപ്പാൻ തുടങ്ങി. ഞാൻ ചെത്തി കൊടുത്തു. അപ്പൊ ആപ്പിള് പോലെ അല്ല ഇരിക്കുന്നത്. അതാ. അയ്യോ, എന്നാ പോയിട്ട് വരാം. പോയിട്ട് രക്ഷയില്ല, ഭയങ്കര ചൂടാ. എലിക്കുട്ടിയമ്മ ഫാൻ ഇട്. എലിക്കുട്ടിയമ്മ ഫാൻ ഇട്. ഫാൻ ഫാനിന്റെ സ്വിച്ച് ഇട്. ആ, അത് കടയിൽ പോണോ? എന്ത് ചൂടാ! അയ്യോ, എന്റെ ഇവിടെ നീർ. എന്നാ എലിക്കുട്ടിയമ്മ പരിപാടി? എലിക്കുട്ടിയമ്മ അവിടെ ഒന്ന് പ്രാർത്ഥനയില്ലോ? ഞാനെല്ലാം അടച്ചിട്ട് കേട്ടോ. എന്നാ പരിപാടി? ഇതെല്ലാം കടത്തിട്ട് ഒന്ന് പ്രാർത്ഥനയില്ലോ ആണോ? എലിക്കുട്ടിയമ്മ ഇവിടെ നിന്ന് ഭയങ്കര പ്രാർത്ഥനയാണ്. ആ, എല്ലാം കടത്തിട്ട് ഒന്ന് പ്രാർത്ഥനയാണോ? ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മൈനപ്രദാത്തോടുകൂടി ഇരിക്കണേ. അങ്ങനെ സന്നദ്ധി ജപം ചെയ്യാം. പാത്രമല്ലാത്തവനായിരിക്കും. എങ്കിൽ നിന്റെ അതില്ലാത്തതായായ്മ തരണപ്പെട്ടോണ്ട് പരിശുദ്ധമായ മാതാവിന്റെ സ്തുതിക്കാനിട്ടെ. 53 ജനിച്ചനാശേ ഈ ജപം ഭക്തോട് കൊടുത്ത് ഫലവിചാരം കൂടാൻ കർത്താവേ നീ സഹായം ചെയ്യണേ. എന്റെ പൊന്നെ, ഇതിനൊക്കെ അമ്മയുടെ മകൻ കുളിച്ചേച്ച് എന്റെ അഴുക്ക് പറ്റിച്ച് വെക്കുന്നതാ. ഞാൻ സോപ്പിട്ടാ കഴുകുന്നത്. സോപ്പിട്ട് കഴുകുക. പ്രാർത്ഥന കഴിഞ്ഞോ? ആണോ? രണ്ട് കഷ്ണം കൊടുക്കേ. ഏത്തക്കാപ്പൊളി കൊടുക്ക. ഏത്തക്കാപ്പൊളി കൊടുക്ക്. ആവശ്യമായ കാര്യത്തിന് മാത്രമേ ഓരോരുത്തരും ഓരോ കണ്ടവാനം ചെയ്യാവൂ. കിട്ടുന്ന എല്ലാം കാണുന്നതെല്ലാം കൊണ്ട് അവിടെ തൂത്ത് ഇവിടെ തൂത്ത് വെച്ച് തേച്ചോണ്ട് അത് ശരിയാവും. അവിടെ മെനയായിട്ട് കിടക്കും. അതില്ല. ചായ കുടിക്കാം. ഏത്തക്കാപ്പൊളി കഴിക്കാം. ബാ. എലിക്കുട്ടിയമ്മ ചായ കുടിച്ചുകൊണ്ടിരുന്നതിനിടയ്ക്ക് പോയതാണ്. ചായ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ.
അവിടെ ജോമോളവിടെ ബാത്റൂം വാഷ് ചെയ്യുന്നുണ്ട് അങ്ങോട്ട് പോയതാണ്. എന്നാൽ ബാ ചായ കുടിക്കാം, ബാ കിട്ടേമേ, ബാ ചായ കുടിക്കാം, ബാ കടി കൊണ്ടുവന്നിട്ടുണ്ട്, കഴുകാം. ബാ ബാ. മോള് പോയി തേച്ച് കഴുകാം. ആ വാ, എനിക്ക് പണിയുണ്ട്, പോണം, ബാ. ഒത്തിരി ആളായില്ലേ? ആ അതേന്നേ, വാ ഇങ്ങോട്ട് വാ. ഓരോ കടിയൊക്കെ മേടിച്ച് തിന്നോ. എന്താ കടി കൊണ്ടുവന്നിട്ടുണ്ട് മകൻ, പോയി തിന്നതൊക്കെ. കഴിയോ? തിന്നാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്, ചായക്കേ കഴിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്, പോയി കഴിച്ചോളാനാ പറഞ്ഞേ. തിന്നാനോ? ആ തിന്നാൻ. നീ വാ. ഞാൻ ഇത് കഴിയിട്ടേ വരുള്ളൂ. അതോ നീ എന്നാലും കഴിക്കണോളൂ ഞങ്ങള്. അയ്യോ ഇല്ല, ജോമോന് പോണം, നാ കൂടെ അമ്മയെ പൊക്കോ. ജോമോനെ കടയിൽ പോണെന്നാ പറഞ്ഞേ. അത് പോയി ഇവിടെ പണിയുണ്ട്. ഇവിടെ ഇല്ലല്ലോ. ആടാ നിക്കുന്നത് ഞാനാ. ആ എന്നാ പോയില്ല. ആ അത് മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് അമ്മയ്ക്ക് തിന്നാൻ. ആ കഴിച്ചിട്ട് പോവായിരിക്കും. ആ അതുകൊണ്ട് പോയി കഴിച്ചോ രണ്ടും കൂടെ. അത് ഞാൻ വാ. പിന്നെ വന്നോളാം, ഇപ്പൊ അത് പോയില്ല. കഴിച്ചിട്ട് വന്നേക്കാം. ആ ബാ 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 ബാ. ഞാൻ ഇത് കഴുകി കഴിഞ്ഞിട്ട് വന്നേക്കാന്ന്, പോയി തിന്നോളാം. ബാ ചായ കുടിക്കുന്നേ, വരാനേ. ചായ കുടി, തണുത്തു. ചായ തണുത്തു തോന്നുന്നു. എലിക്കുട്ടിയമ്മയുടെ ചായ കുടിക്കുന്നുണ്ടല്ലേ? ചായ ആ വേറെ ചായ ഇരിക്കുന്നുണ്ടല്ലേ? ചായ തരാനാ? ആ ചായ ഇതേ ഇരിക്കുന്നു, തണുത്തു പോവും. ബാ. അവിടെ ഉണ്ടോ? ആ ബാ എന്നാ കുടിച്ചോണ്ടാ പോയി. ബാ ബാ. എലിക്കുട്ടിയമ്മയുടെ ഇരിക്കുന്നത്, അമ്മച്ചിയുടെ ഇരിക്കുന്നത്. ബാ തിന്നാൻ കിട്ടിയോ? തിന്നാൻ തരാം, ബാ എടുത്തു തരാം. തിന്നാൻ തരാം, എന്നാ എടുത്തു തരാം. തിന്നാൻ കൊണ്ടുവന്നിട്ടുണ്ട്, എന്നാ കഴിച്ചോണ്ടാ പോയി. ആ കഴിക്കണ്ടാ മതി, എന്നാ ആരെയും നോക്കണ്ട. പിന്നെ ഇല്ല, ആരെയും നോക്കണ്ട. ബാ. അതിനെ ആവശ്യം. എലിക്കുട്ടിയമ്മയ്ക്ക് ഞാൻ ഏത്തക്കാപ്പൊളിയാണ് മേടിച്ചു. ഇത് ഇതിനകത്ത് തന്നെ ഇത് വേറെ ഉണ്ട് കുന്നാന്ന്. ആ ഏത്തക്കാപ്പൊളി കണ്ട ഇതിനകത്തായിരുന്നു. ബ്രെഡ് എന്നാ കഴിച്ചോ. എങ്ങനെയുണ്ട്, നല്ലതാണോ? ഏത്തക്കാപ്പൊളി നല്ലതാണോ? നല്ലതാണോ? പിന്നെ ആ ആ ആ കഴിച്ചോ. ഇവിടെ ഇരുന്ന് കഴിക്കേ, ചായ കൂടെ കുടി. ഇവിടെ ഇരുന്ന് കഴിക്കേ, ഇവിടെ ഇരുന്ന് കഴിച്ച് ചായ കൂടെ കുടി. ആ കൂട്ടിനകത്ത് പോകാതിരിക്കാനായിട്ടാ. ക്ലാസ്സിന്റെ പുറത്താ. ആ ഗ്ലാസിനകത്താണ് വെച്ചിരിക്കുന്നത്. ആകുമ്പോൾ വെള്ളം എണ്ണയൊക്കെ അതിലോട്ട് പിടിച്ചോളൂല്ലോ. ഇവിടെ ഇരിക്കാൻ മേലായിരുന്നോ? ഇവിടെ ഇരിക്കാൻ മേലായിരുന്നോ? കസേര ഇരിക്കാൻ മേലായിരുന്നോ? ചക്കയോ? കസേര ഇരിക്കാൻ മേലായിരുന്നോ? കസേര ഇരിക്കാൻ മേലായിരുന്നു. നേരെ ഇരിക്കുക. ആ അത് വേണമെന്നില്ല. ഉം. കുറച്ചേരം എനിക്ക് വേണ്ട, ഞാനിവിടെ വേറെ തിന്നുന്നുണ്ട്. ഇത് കുഴപ്പമൊന്നുമില്ല. അത് എലിക്കുട്ടമ്മയ്ക്ക് കൊണ്ടുവന്നാ എത്തിക്കാ പൊളി. അത് കഴിച്ചു, എലിക്കുട്ടമ്മ കഴിച്ചു. ഞാൻ കഴിച്ചതാ. ആ എലിക്കുട്ടമ്മ അത് പിന്നെ എന്നെ കുഞ്ഞു സാധനമല്ലേ, അത്രയും കൂടെ ഇല്ലല്ലോ. അതുകൂടെ കഴിച്ചു, എന്നിട്ട് ചായ കൂടെ കുടി. ഞാനായിട്ട് ബണ്ണാ ഞാൻ മൂത്ത് വന്നാൽ മതി. തിന്നോ. എലിക്കുട്ടമ്മക്കുള്ള കാരണം ഞാൻ വേറെ തിന്നുന്നുണ്ട്, ഇതില്ലേ അതും കൂടെ കഴിച്ച് തിന്നെ. അധികമായിരിക്കും. ഓ ഒന്നുമില്ലെന്നേ, അത് ചെറിയ ഏത്തക്കാ പൊളിയല്ലേ, പിന്നെ എന്നാ. വേണം. അത് അമ്മയ്ക്ക് തന്ന, അമ്മ തിന്നെ. ഒരു ചായ എടുത്ത് കുടി, ഓ ബാക്കി ചായ കൂടെ എടുത്ത് കുടി. ചായ അത് കഴിക്കുക, അത് ഇച്ചിരി അല്ലേ ഉള്ളൂ. ചായ എവിടെയാ? നാട്ടിരിക്കുന്നു കണ്ടില്ലേ. മറന്നു പോകും, ഞാൻ വെച്ചേച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ മറന്നു. ആ ഏതൊക്കെ പൊളി ചാലമുണ്ട്, അത് പിന്നെ വെച്ചത് ആ പാത്രത്തിൽ. ഓ എന്തെങ്കിലും വേണമെന്ന് വെച്ചാൽ അത് കഴിക്ക്, വേറെ തിന്നല്ലോ. ആ പേപ്പർ പഠിച്ച് കളയാതെ ഇനിയെല്ലാം തോന്നുന്നു, പൂഞ്ഞിട്ട് പിടിച്ചോണ്ടിരിക്കുക. അടുത്ത് കഴിക്കത്. അവിടെ നിന്നാലും വലിയായിരുന്നു. എവിടുന്ന്? അതെടുത്ത് കഴിക്കാനേ, വലിയായിരുന്നു. അതെടുത്ത് കഴിക്കേ, അത് കഴിക്കേ. അത് കഴിച്ചോമേ, എടാ ചായയും കൂടെ കുടി. ജോലിയുണ്ട്. ആ കഴിച്ചോ. ആ ഞാൻ തന്നെ വേണം. തന്നെയാണോ പോണേ? തന്നെ വേണമെന്ന് പോകാൻ വേറെ ആരും കൂട്ടില്ലെന്ന്. അതിനാ വേറെ ആരുമില്ല. വേറെ ആരും ഇല്ലേ? പിള്ളേരാണ് രണ്ടുപേരും അതുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നത്. ഞാൻ പോന്നോ? വിമാനേ അതുകൊണ്ട് അവിടെ ആളില്ലല്ലേ? കഴുകാൻ പോകണോ? പാത്രം കഴുകാൻ പോകണോ? പാത്രം കഴുകാൻ പോകണോ? പാത്രം കഴുകാൻ പോകണോ ഒന്ന്? ആ കഴുകി പോയി. കഴിയില്ലേ? അവിടെ ആണ്, അവിടെ കൊണ്ടുപോയി കഴുകിയെടുത്ത് കൊണ്ട് തന്നെ കൊണ്ടുപോയി. കഴുകിയിട്ട് ഇതിലേ കൊണ്ട് കിടക്കണോ? അങ്ങോട്ടില്ലേ, ഞാൻ പോവാ. തെങ്ങ് വീടുകൾക്ക് ഭീഷണിയായിട്ട് നമ്മൾ തെങ്ങങ്ങ് മറിച്ചേക്കാന്ന് വെച്ചു. 4 തെങ്ങുണ്ട്.
3 തെങ്ങ്, ഒരു തെങ്ങ് കിടന്നു. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണല്ലോ. ജോസിയേട്ടനകത്ത് വാഴയൊക്കെ വെച്ച് കപ്പയൊക്കെ വെച്ച് വന്ന, പക്ഷേ സംഭവം പ്രശ്നമായി. ഇതുണ്ടോ ചോടയെ മറിഞ്ഞു പോകുന്നു ഒരെണ്ണം. ഇതൊക്കെ വിലിപ്പ് ചാച്ചൻ്റെക്കാലം പ്രായമുള്ള തെങ്ങുകളാണെന്ന് എനിക്ക് തോന്നുന്നത്. ചോടയെ മറിഞ്ഞു കുരുത്തത്തിന് അത് അങ്ങനെ അങ്ങ് പോയതുകൊണ്ട് വേറെ അപകടമൊന്നും ഉണ്ടായി. പിന്നെ ബാക്കിയും കൂടെ വെട്ടി മാറ്റിയേക്കാം. 4 ഉണ്ട്, 3 കൂടെ ഉണ്ട്. കായുന്ന കാര്യമായിട്ടുണ്ടാവുന്നില്ലായിരുന്നു. അങ്ങേറ്റത്ത് നിൽക്കുന്ന ഒരു തെങ്ങയിലെ ഒരു ശകലം കായുണ്ട്, അത് മണ്ടരിയാണ്. എല്ലാം മറിച്ചേക്കാം. വീടുകൾക്ക് ഭീഷണിയാണല്ലോ. അപ്പം നമുക്ക് ആകപ്പെടെ തേങ്ങ ഉണ്ടായിരുന്നു ഈ തെങ്ങയിലാണ്, പക്ഷേ ഇത് മണ്ടരിയാണ്. ഇനി ഇലയെല്ലാം പോയി, ഏത് സമയത്തും താഴെ പോവാം. അതുകൊണ്ട് വെട്ടിയെടുത്ത അവനോട് ഉണ്ട്, എനിക്ക് വരുമ്പോൾ വെട്ടി അങ്ങ് കളഞ്ഞേക്കാം. നമ്മുടെ 2 തെങ്ങ് മറിച്ചു. ഇവിടെ ഒന്ന് മറിച്ചു, ഇതും മറിച്ചു. 2 അവിടെ ഉണ്ട്. നന്നായിട്ട് മൂത്ത തെങ്ങ കേട്ടോ. ഒരു വെളിച്ചാത്തിൻ്റെ ചാച്ചൻ വെച്ച തെങ്ങാമറ്റാണിത്. ജോസേട്ടൻ്റെ കപ്പയാണ്, താഴത്തെ ജോസേട്ടൻ്റെ കപ്പ. ആ അത് വിട്ടാൻ പോകണം. ആ किलो होते ഭാഗത്തിന് അടിച്ചിട്ട് അറ്റൊന്ന് കെട്ടി മണ്ണ് പറ്റിയെന്ന് നോക്കുന്നു. ഒന്നും കിട്ടുന്ന സാധനമല്ല. അല്ലല്ല, ഇത് മൊത്തം മാന്തി ആൾക്കാർ കിഴിച്ചെടുത്തോണ്ട് പോയിരുന്നു പണ്ടൊക്കെ. ഇപ്പൊ ഓരോ അതെ, ഇപ്പം അതൊക്കെ ആൾക്കാർ ഇതല്ലേ. എവിടെ കട്ടിന്റെ എവിടെ പോകണം? ഓക്കെ, ഇത് കഴിച്ചാൽ മതി അല്ലേ? അല്ല എവിടെ കട്ടിന്റെ എവിടെ പോകണം? കഴിച്ചോ കഴിച്ചോ. അതെ സാധനം അത്. 90 വർഷം നിന്ന് 90 മുകളിൽ കാണും. അത് ഈ ലെവലാണ്. പൊളിഞ്ഞില്ല മോള്. ലാസ്റ്റ് ഇതെങ്ങ് കിട്ടുവാണ്, ബാക്കിയെല്ലാം വെട്ടി തീണ്ട. ഇങ്ങനെ കേടായിരുന്നു, നല്ല പൊത്തായിരുന്നു. എന്താ പൊത്തായിരുന്നു ഇതിനെ എല്ലാം വെട്ടി. തേങ്ങയൊക്കെ ഉണ്ടാകുന്നുണ്ടായിരുന്നു, പക്ഷേ ഇത് ലാസ്റ്റ് തെങ്ങാണ്. തെങ്ങും തോട്ടം മൊത്തം വെളിപ്പിച്ചിട്ടുണ്ട്. ഇനി തെങ്ങിൻ്റെ ഭീഷണി ആർക്കുമില്ല. എല്ലാ ചുവടും വെട്ടി, ഒരെണ്ണം പടന്നു പോയി. രാവിലെ 8-9 മണിയായപ്പോഴത്തേനും ഒരു മഴ അങ്ങ് പെയ്തിട്ട് നല്ല അടിപൊളി മഴയാണ്. പക്ഷെ വെള്ളം കയ്യിൽ പോയിട്ട് പിടിപാടുമില്ല, എല്ലാം ഒലിച്ചു പോയി. ഇനി മഴക്കാറിൻ്റെ പെയ്യൊരിക്കും. ഇടിയുണ്ട്, നല്ല കുടുക്കമൊക്കെ ഉണ്ട്. ഭയങ്കര ഇടിയാണ്. ഇടിക്ക് എല്ലാം പൊട്ടിത്തെറിച്ച് പോവാണ് സാധനങ്ങളൊക്കെ, അതുപോലെ ഇടിയാണ്. അപ്പോൾ നമുക്ക് രാവിലെ എലിക്കുട്ടിയമ്മ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞ് പിന്നെ പരിപാടി നോക്കാം. എലിക്കുട്ടിയമ്മ രാവിലെ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നല്ല നടന്നു. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ആപ്പടെ പ്രശ്നത്തിലാണ്. ഇൻവെർട്ടറിൻ്റെ കംപ്ലൈൻ്റ് ആയിപ്പോയി, കറണ്ട് ഇല്ല. എലിക്കുട്ടിയമ്മ പറഞ്ഞ് ഭയങ്കര പ്രാർത്ഥനയിലാണ് കേട്ടോ. കുറച്ചേരയിലേക്ക് കൂടി നടന്നു, എന്നിട്ട് വന്ന് നമ്മൾ പ്രാർത്ഥനയിലാണ്. തമ്പുരാന്റെ മുന്നിയന്നി കന്യാസ്ത്ര നിർമ്മല കന്നി വിശാല മാതാവേ, ദൈവവിശ്വാസത്തിന്റെ മാതാവേ, എത്രയും നിർമ്മലയായ മാതാവേ, അത്യന്ത വിദഗ്ധമുള്ള ഭയങ്കര ഒച്ചത്തിലാണ്, ശക്തമായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. മാതാവേ, അതായിരുന്നു മാതാവേ, സ്നേഹത്തങ്ങളുടെ മാതാവേ, ഭയങ്കര ഒച്ചയിലായിരുന്നു, ശ്വാസം പിടിച്ച് ചെയ്യുന്നതുകൊണ്ട്. സൽക്കൊണ്ടോസിന്റെ മാതാവേ, സൃഷ്ടാവിന്റെ മാതാവേ, രക്ഷിതാവിന്റെ മാതാവേ, സാലം പിടിച്ചിരിക്കും യോഗ്യയായ മാതാവേ,
ഉണ്ടോ? ആ ഒരു ഒറ്റ പിടുത്തം പിടിച്ചിട്ട് ഇപ്പം മടുത്ത് ഒരു ശബ്ദം കുറച്ചു. ഞങ്ങളുടെ മേക്കുറവായിരിക്കണേ, അറിയത്തിന്റെ വില വെറുതെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. പാക്കിയപ്പെട്ട മറക്കിരുത്താ മറിയുമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. കർത്താവെ അനുഗ്രഹിക്കണേ, വിശായെ അനുഗ്രഹിക്കണേ. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ, വിശായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആകാശങ്ങളിരിക്കുന്ന ബാബാ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണേ. ഭൂലോകരക്ഷകനായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണം. ഏകദൈവ ത്രിയേത്തനെ ഞങ്ങളെ അനുഗ്രഹിക്കും. ശുദ്ധമാനം അറിയുമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. തമ്പുരാന്റെ പുണ്യനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും. സാല് പൂഴ്ചയ്ക്ക് യോഗ്യായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. സകല ഹൃദയങ്ങൾക്ക് അധിപതി കേന്ദ്രമായ ഈശോയുടെ തിരുവനന്തപുരമേ ഞങ്ങളുടെ കൃപയായിരിക്കണേ. അറിയത്തിന്റെ വിലമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. നമ്മൾ ഏലിക്കുട്ടിയമ്മ രാവിലെ തുടങ്ങിയ പ്രാർത്ഥന വെച്ചാൽ ഇടയ്ക്ക് കറണ്ട് പോയി കഴിയുമ്പോഴത്തേനും ഇടിവെട്ടി ഫാനൊക്കെ പോയി. കറണ്ട് പോയി കഴിയുമ്പോഴത്തേനും ഏലിക്കുട്ടിയമ്മ നിർത്തി പുറത്തു കൂടെ ഇറങ്ങി നടക്കും. വെട്ടമില്ലെങ്കിൽ അത് കഴിഞ്ഞ് പിന്നെയും പ്രാർത്ഥന വെച്ചായിരുന്നു. ഇതിപ്പോൾ വൈകുന്നേരമായിട്ട് ഏലിക്കുട്ടിയമ്മ പ്രാർത്ഥന വെച്ചാൽ നിർത്തിയിട്ടില്ല. അങ്ങനെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. കന്നഡ മാതാവ് സ്വത്തി ഞങ്ങളുടെ ജീവിതം മധുര ശരണമേ സ്വത്തി. അവ്വായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ ഓരോ കൊണ്ടേ ഉരുട്ടിക്കൊണ്ടാണ് നമ്മൾ പ്രാർത്ഥന ഇരുന്നത്. മികിക്ക് ഞങ്ങൾ അങ്ങാപ്പൊക്കെ നെടും ചെല്ലാനുള്ള എനിക്കോ നിങ്ങൾക്ക് എന്നായിരുന്നു. അയ്യോ എനിക്കൊരു ചേതമില്ല. ചെല്ലേണ്ടതല്ലേ. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഒത്തിരി ആയില്ലേ? എത്ര നേരമായി തുടങ്ങിയിട്ട്? അതിപ്പോ ചെല്ലുന്നതിന് അതിനെന്താ ഏറ്റു പറയേണ്ട കാര്യമില്ലോ. അയ്യോ ഒന്നും പറഞ്ഞില്ല. ചെല്ലിക്കോ ഒരു കുഴപ്പമില്ല. ശ്വാസം പിടിച്ചിരുന്നു. അങ്ങനെ പ്രഭാശേഷം ഹൃദയത്തിന്റെ അനുഗ്രഹപരമായി കുരിശുലൊക്കെ മുത്തുന്നുണ്ടെന്നാ ഞങ്ങളുടെ നേരത്തിരിക്കണേ. തീർന്നല്ലോ. ബാസല്ലോ വാതിലോ അതിനെ ഹരിയെ പറയുവേ ഈശോശാണ് വാഗ്ദാനക്ക് ഞങ്ങൾ തീർന്നില്ലേ? സർവേശന്റെ പരിശുദ്ധ മാതാവേ കേൾക്കുന്നില്ല. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. പ്രാർത്ഥിക്കാൻ കൊന്തോസ്കാരം മേണ് കിടക്കുന്ന ഈ കുടുംബത്തെ തെർക്കം പാർത്താൻ എപ്പോഴും പരിശുദ്ധ കന്യായിരിക്കുന്ന ഭർത്താവര്യത്തിന്റെ അപേക്ഷയിൽ സകല ശത്രുക്കളുടെ ഉത്തരവാദിത്വം ഞങ്ങളെ കാത്തു. ഈ അപേക്ഷ ഞങ്ങളുടെ കർത്താവ് ഈശോമിശ വഴിയായി ഞങ്ങൾക്ക് സാധിച്ചു തന്നെ. പരിശുദ്ധരാജ്ഞി തീർന്നില്ലേ? കന്നഡ മാതാവേ സ്വത്രിയും ഞങ്ങളുടെ ജീവനും തീർന്നില്ലേന്ന് പിന്നെ പ്രാർത്ഥന തീർന്നില്ലേന്ന് ഒത്തിരി നേരം ആയല്ലോ. പ്രാർത്ഥന തീരുമല്ലേ? ആണോ? താഴെ വരെയെന്ന് മെങ്ങിക്കരിഞ്ഞൊക്കെ നെടുവുണ്ട്. ഞങ്ങളുടെ വ്യത്യാസം അങ്ങനെ തുടർന്നോണ്ടിരിക്കുവാണ് ഏലിക്കുട്ടിയമ്മയുടെ പ്രാർത്ഥന. പിന്നെ മഴയൊക്കെ ആയിരുന്നു മൊത്തം. ഇടയ്ക്കും പ്രാർത്ഥന തുടരുമായിരുന്നു. നമ്മുടെ ഏലിക്കുട്ടിയമ്മയുടെ പ്രാർത്ഥന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേവരെ ഏലിക്കുട്ടിയമ്മ പ്രാർത്ഥന നടത്തിയിട്ടില്ല. ഇടയ്ക്ക് നിർത്തുവന്നൊക്കെ അന്നേരം വന്നപ്പോൾ പറഞ്ഞു ഇപ്പോഴും ഏലിക്കുട്ടിയമ്മ പ്രാർത്ഥന തന്നെയാണ്. ഞാൻ അമ്മയുടെ അടുത്ത് വന്നല്ലേ നൈറ്റിയുടെ കൈ കിടപ്പോയി. എലിക്കുട്ടിയമ്മയുടെ അടുത്ത് വന്നതാന്നേ. അമ്മയുടെ അടുത്ത് വന്നതാന്ന്. അമ്മ ഭയങ്കര പ്രാർത്ഥനയല്ലേ? എപ്പ തുടങ്ങിയതാ? ഇവിടെ ഒന്നുമില്ല. അമ്മയുടെ പ്രാർത്ഥന കേട്ട് വന്നതാ. രാവിലെ തുടങ്ങി, അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് പിന്നെയും തുടങ്ങി, അത് കഴിഞ്ഞ് വൈകുന്നേരം തുടങ്ങി, ഇതേവരെ നിർത്തിയില്ല. തീറ്റ കൂടിയൊക്കെ ഉണ്ടായിരുന്നല്ലേ? തീറ്റ കൂടിയൊക്കെ ഇല്ലേ? തീറ്റ കുടിച്ചോ? ഒന്നുമില്ല. ഇല്ലേ? ഇനിയിപ്പോ കത്താഴം കഴിച്ചാൽ മതിയല്ലോ. മണിയിപ്പോ 8:15 ഒട്ടും കാണിയല്ല. ഇന്ന് നേരത്തെ എല്ലാം കൊടുത്ത് തീർന്നില്ല. എന്നത് പിള്ളേർക്കൊക്കെ പിള്ളേർ കൂടി ഇല്ലല്ലോ, ഒരാളല്ലേ ഉള്ളൂ. വൈകിട്ടും വന്നപ്പോഴും പോകുന്നതിന് മുമ്പും ഒക്കെ തീർത്തോ? ആരാ കൊടുത്തേ? അതില് ബാക്കി ഒന്നും കാണിയല്ല. ആണോ? ആരാ കൊടുത്തതല്ല? എലിക്കുട്ടിയമ്മയാണോ കൊടുത്തേ? എലിക്കുട്ടിയമ്മയാണോ കൊടുത്തേ? പിള്ളേർക്കൊക്കെ കൊടുത്തത് ഏലിക്കുട്ടിയമ്മയാണോ എന്ന്? പിന്നെ ആരാ? പിന്നെ എങ്ങനെയാ പറഞ്ഞത്? എലിക്കുട്ടിയമ്മയുടെ പ്രാർത്ഥന അയച്ചാൽ അങ്ങനെ ഇപ്പം വന്നപ്പോഴത്തേനും അങ്ങനെ വർത്തമാനം പറഞ്ഞങ്ങനെ നിന്ന് പോയതാണ്. ഭയങ്കര പ്രാർത്ഥനയായിരുന്നു. ഒച്ചതാത്തിയും കൂട്ടിയും കുറച്ചും ഒക്കെ ഭയങ്കര പ്രാർത്ഥനയിലായിരുന്നു. എന്ന് പറയുമെങ്കിൽ കറണ്ടും ഇല്ലായിരുന്നതുകൊണ്ട് ഇടസമയത്ത് കറണ്ടില്ലാത്ത സമയത്ത് മാത്രം ഏറ്റുകൂടിയിൽ നടക്കും. വെട്ടയില്ലാതെ വരുമ്പോൾ
ഫാൻ പിന്നെ ഇടിവിട്ടി പോയി. ഇനിയിപ്പോൾ ഫാൻ അവിടെ നന്നാക്കാൻ പറ്റണം. നീ എപ്പോഴും ഇതെല്ലാം ചടങ്ങെല്ലാം കഴിഞ്ഞിട്ടും കിടക്കണം. എന്നാ ചടങ്ങമ്മേ? എന്നാ ചടങ്ങാ? കിടക്കണോ? എന്നാ ചടങ്ങാന്ന്? എന്നാ ചടങ്ങാ? കിടക്കണോ? ചടങ്ങ് എന്നാന്ന്? എന്നാ ചടങ്ങാന്ന്? ചടങ്ങ് പിന്നേരോ എന്നാ ചടങ്ങാ നടത്താനുള്ളതെന്നാ ചോദിച്ചേ. അത് വിട്ടുപോയി. ഇടയ്ക്ക് വേറെന്തൊക്കെ വർത്തമാനം പറയുന്നുണ്ടായിരുന്നു. അവളെ കണ്ടില്ല, അവള് വന്നില്ല എന്നൊക്കെ പ്രത്യേകിച്ചൊന്നും നോക്കണ്ട. ഒന്ന് ചെയ്തേച്ചങ്ങ് കിടത്താൻ മതിയല്ലേ. ഒന്ന് ചെയ്തിട്ട് കിടന്നാൽ മതി. പ്രത്യേകിച്ച് ഉണ്ടാക്കാൻ പോകണം. വേണ്ട. ഇനിയിപ്പോൾ അത്താഴം കഴിച്ചിട്ട് കിടന്നാൽ മതി. സമയം ഇത്രയായി. അതല്ലേ പറഞ്ഞേ, സമയം ഇത്രയായി. ഇനിയിപ്പോൾ അത്താഴം കഴിച്ചിട്ട് കിടന്നാൽ മതി. പ്രാർത്ഥന ചെല്ലി മടുത്തില്ലേ? എലിക്കുട്ടി വന്ന് മൊത്തം പ്രാർത്ഥനയായിരുന്നു. പുറത്തോട്ട് ഇറങ്ങിയാലേ ഇച്ചിരി നേരം ഓടി നടന്നേ ഉള്ളൂ. കറണ്ട് ഇല്ലാതെ ഇരുട്ടായിരുന്നപ്പം, വെട്ടമില്ലാതെ വന്നപ്പോൾ. വേറെ ഇരുണ്ട് കൂടിയുള്ള മഴയല്ലായിരുന്നു. ഇവിടെ ഇല്ലായിരുന്നോ? ഞാനിവിടെ ഇടയ്ക്കുണ്ടില്ലായിരുന്നു. ഇടയ്ക്കില്ലായിരുന്നു, വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു. ഞാൻ വൈകുന്നേരം കവല വരെ പോയായിരുന്നു. ഉച്ച കഴിഞ്ഞിട്ട് കണ്ടിട്ടില്ലല്ലോ. ഉച്ച കഴിഞ്ഞിട്ടോ? ഉച്ച കഴിഞ്ഞില്ല, ഞാൻ 4 മണിയായപ്പോൾ 3:30 ആയപ്പോൾ പോയി. ശരിയാ, കുറുപ്പന്തറയ്ക്ക് പോയായിരുന്നു. 3:30 ആയപ്പോൾ കുറുപ്പന്തറയ്ക്ക് പോയിട്ട് വന്നപ്പം 6:30 കഴിഞ്ഞു. അപ്പോൾ അമ്മ പ്രാർത്ഥനയില്ല. അന്നേരം അപ്പം വന്ന് ഞാൻ എടുത്തു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ 8:15 പിന്നെ എടുത്തു. പേലിക്കുട്ടിയമ്മയുടെ പ്രാർത്ഥന വെച്ചാൽ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു കഞ്ഞി കുടിക്ക്. അത്താഴം കഴിക്കണ്ടേ? ഇനി അത്താഴം കഴിക്കണ്ടേ? അത്താഴം കഴിക്കണ്ടേ? അത്താഴം അത്താഴം കഴിച്ചോ? പേലിക്കുട്ടിയമ്മ കഴിച്ചോ? ഞാൻ കഴിക്കുന്ന സമയമായില്ല. ഇനി കിടക്കാറായില്ല. ഇനി കഴിച്ചും കിടന്നു. കിടക്കണ്ടേ? അമ്മ കഴിച്ചോ? അമ്മ കഴിച്ചില്ലല്ലോ. ഞങ്ങളാരും കഴിച്ചില്ല. അതാ ബാ കഴിക്കാം. നമ്മള് വിളിച്ചില്ലേ? നിങ്ങളോട് ഞാൻ പറഞ്ഞു കഴിച്ചോളാം. ഞാൻ കഴിക്കുന്ന സമയമായില്ല. ഞങ്ങളിപ്പോ ആരാ കഴിക്കാൻ? അങ്ങനെ ആളോ അങ്ങനെ ഉണ്ടോ? ഉണ്ടല്ലോ. പിള്ളേര് വല്ലവരും ആരാ? അതുങ്ങൾ കഴിക്കോ? വിമാനമുണ്ട്. അതുങ്ങളെ കഴിക്കൊന്നുമില്ല. അവർക്ക് വശംപടലല്ലേ ആയിരിക്കുള്ളൂ. ഇപ്പോഴുള്ള പിള്ളേർക്കൊന്നും അധികം തീറ്റ വേണ്ടെന്നേ. പണിയൊന്നുമില്ലല്ലോ അധികം. പണ്ടുള്ളവരല്ല പണിയില്ല അഞ്ച് തിരക്കണം. പിള്ളേർ ചെറുപ്പത്തിലാണേലും എന്തെല്ലാം പണിയുണ്ട്. നല്ല പിള്ളേർക്ക് പണിയുണ്ടോ? പേലിക്കുട്ടിയമ്മ ഒരു പ്രാർത്ഥന ഞാൻ കഴിഞ്ഞിട്ട് അങ്ങനെ ഏതാ തലയണ? കട്ടിലെ കിടക്കാനല്ലേ? കട്ടിലെ കിടക്കാനുള്ള തലയണല്ലേ? കിടക്കാനുള്ള ഇത് കിടക്കാനുള്ള അമ്മയുടെ കൂട്ടുകിടപ്പായത്തേക്കുള്ളതല്ലേ? എൻ്റെ പ്രാർത്ഥന എല്ലാം വയ്ക്കുന്നുണ്ട്. അവിടെ സന്ധ്യപ്രാർത്ഥന എല്ലാം പോവാ. എലിക്കുട്ടിയമ്മ വരുന്നുണ്ടോന്ന്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എലിക്കുട്ടിയമ്മ സന്ധ്യപ്രാർത്ഥനയൊന്നും കൂടുന്നില്ല അല്ലേ? തന്നെ അങ്ങ് പ്രാർത്ഥനയാണ്, ഭയങ്കര പ്രാർത്ഥന. ഇന്ന് പിന്നെ ഭയങ്കര മഴയായിരുന്നുകൊണ്ട് ചൂടുമില്ലായിരുന്നു. രാവിലെ മുതൽ മഴയായിരുന്നുകൊണ്ട് കറണ്ടില്ലേലും ഫാനില്ലേലും വലിയ ചൂടില്ലായിരുന്നു അല്ലേ? സമയം കളഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ എന്തോ ഒരു സമയമുണ്ട്. ചുമ്മാ ഇങ്ങനെ എന്നോട് ഒരു പരിപാടി നടന്നില്ല. പല പരിപാടി ഉദ്ദേശിച്ചതാ. മഴ കാരണം ഒന്നും നടന്നില്ല. ഉറങ്ങുകയോ ഒക്കെ ചെയ്യാം. ഇതൊന്നും ചെയ്യണം. ഉറങ്ങാൻ സന്ധ്യയാതെ ഉറങ്ങാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ചെയ്താൽ ക്ഷീണവും കുറവും കാര്യം നടക്കും. സമയം ഒരുപാടായി കേട്ടോ. 8:30 സമയം ഒരുപാടായി. 8:30 എലിക്കുട്ടം ഇങ്ങനെ കിടന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? സമയം പോയതല്ലോ, അറിഞ്ഞോ? സമയം പോയെന്ന് പറഞ്ഞില്ലല്ലോ. വിളിക്കുന്നുണ്ടോ അവിടെ വിളിക്കുന്നുണ്ട്. പ്രാർത്ഥന എല്ലാം ചെല്ലുന്നുണ്ടോ? കിടക്കുവാണെങ്കിൽ പെട്ടെന്ന് എല്ലാ കാര്യവും അങ്ങ് തീരും. നേരം വെളുക്കും. അത് ചുമ്മാ ഇരുന്ന് സമയം കളയല്ലേ. ഇതൊക്കെ ചെയ്യുകയും ചെയ്യാം. ചെയ്യാനുള്ള സമയം കിട്ടും. പ്രാർത്ഥന എല്ലാം കൂടുന്നില്ലേ? പ്രാർത്ഥന അല്ലേ ചെറിയ എടുത്തു. അതുകൊണ്ട് ഇനി കൂടുന്നില്ലെന്നുണ്ടല്ലേ? ഇതൊക്കെ കൊടുത്തേക്ക് പോകാൻ വരും. എവിടെ? എവിടെയാ? എവിടെപ്പാ? ലിൻ്റെ അടുക്ക് വന്നിരിക്കുന്ന ആൾക്കാർ കൊണ്ടുപോകാനായിട്ട്.
ആ അവർക്ക് കൊണ്ടേ നിനക്ക് പോകാൻ പറ്റുന്നത് എവിടെ പോയി വീട്ടിലേക്ക് ഇതല്ലേ വീട് ഇനി വേറെ വീടൊന്നുമില്ല ഭക്ഷണം കഴിക്കാൻ സമയം ആ ആ. അമ്മ പറഞ്ഞ ക്യാമറയൊക്കെ ഇവരെ കൊടുത്ത് ഏൽപ്പിച്ചിട്ട് പോയിട്ട് എന്നോട് പോയി ക്യാമറ അല്ല മൊബൈല് പിന്നെ സമയം കിട്ടിയല്ലോ പോയി ഭക്ഷണം കഴിക്കാനാണ് അമ്മ പറയണത് കഴിക്കാനൊന്നും. അവരെടുത്തോളൂ എന്ന് പ്രാർത്ഥന എല്ലാം വരാൻ ഉം. അവരുടെ പ്രാർത്ഥന ഇല്ലുവാ പിന്നെ അവരുടെ പ്രാർത്ഥന ഇല്ലുവാ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥിക്കട്ടെ. എലിക്കുട്ടിയമ്മ പ്രാർത്ഥിച്ച് മടുത്ത് അല്ലേ പ്രാർത്ഥന ആവശ്യം. എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക.